Hi my dear friends, welcome to Footpath. ഞാനിപ്പോഴും കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോടിൻ്റെ പുതിയ രുചികൾ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കഥയാണ്. ഒരു ചെറുപ്പക്കാരൻ 10-15 വർഷമായിട്ട് റെസിപ്പികൾ അന്വേഷിച്ചുള്ള ഒരു യാത്രയിലായിരുന്നു. വെറും റെസിപ്പി മാത്രമല്ല, അദ്ദേഹം വീട്ടിൽ പരീക്ഷിച്ച് നോക്കും. എന്നിട്ട് ഓരോ ഇൻഗ്രീഡിയൻസും ചെറുതായി മാറ്റി നോക്കും. അതിനകത്ത് ഇൻ്റർനാഷണൽ ക്വിസീൻസ് ആണ്. നമ്മൾ നാടൻ വിഭവങ്ങളെ പറ്റിയിട്ടല്ല പറയുന്നത്. ഓരോ രാജ്യങ്ങളിൽ ഇപ്പോൾ തായ് ഫുഡിനെ കുറിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് പറയാനുണ്ടാവും. അതുപോലെ ഇൻ്റർനാഷണൽ കുസീനെ കുറിച്ചാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ ഒരു 15 വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ഒരുപാട് റെസിപ്പീസ് കണ്ടുപിടിച്ചു. ഈ മാറ്റം വരുത്തിയ അദ്ദേഹത്തിൻ്റെ റെസിപ്പികൾ സ്വരുക്കൂട്ടി അദ്ദേഹം ഒരു ഹോട്ടൽ ആരംഭിക്കുന്നു. ഒരു പഴയകാല ബ്രിട്ടീഷ് ബിൽഡിംഗ് എടുത്ത് അത് റെനോവേറ്റ് ചെയ്ത് അദ്ദേഹം ഒരു ഹോട്ടലാക്കി മാറ്റിയിട്ടുണ്ട്. കോഴിക്കോടിൻ്റെ പുതിയ രുചികൾ ഇന്ന് ആസ്വദിക്കാൻ പോവുകയാണ് കിങ്സ് ബേയിൽ. നമസ്കാരം സാർ, എങ്ങനെ പോകുന്നു? ബിസിനസ് ഒക്കെ വൈകുന്നേരം തിരക്ക് അല്ലേ? ആൾക്കാരൊക്കെ വന്ന് ക്യൂ നിൽക്കുകയാണെന്ന് പറഞ്ഞു കേട്ടു. ഞാൻ എന്തായാലും ഈ തിരക്കില്ലാത്ത സമയം നോക്കി ഇറങ്ങിയതാണ്. കാരണം ഈ ഷെഫിൻ്റെ അടുത്ത് നിന്ന് രുചികരമായ സംഭവങ്ങൾ എന്തെങ്കിലും അടിച്ചു മാറ്റണമെങ്കിൽ ഈ സമയമാണ് നല്ലത്. പക്ഷേ സീക്രട്ട് പഠിക്കാൻ പറ്റില്ലല്ലോ. ശരിക്കും എത്ര വർഷമായി ഈ റെസിപ്പികളുടെ പിന്നാലെയുള്ളൊരു യാത്ര? 10-15 വർഷമാവില്ലേ? ഓൾമോസ്റ്റ് 12 to 13 years. 13 years ആയി. അതിങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഓരോരുത്തരെ ഫുഡ് ടേസ്റ്റ്, പിന്നെ ഓരോ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഓരോ പുതിയ ഡിഷസ് ട്രൈ ചെയ്യുക. പിന്നെ ഫ്രണ്ട്സ് ഫാമിലീസിലെ ആൾക്കാരെല്ലാവരും എന്ത് ടൈപ്പ് ഭക്ഷണം കഴിക്കുന്നതെന്ന് മനസ്സിലാക്കി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവം ഒരുപാട് കാലമായിട്ട് മനസ്സിലുണ്ട്. ശരിക്കും മനഃശാസ്ത്രം പഠിച്ചിട്ടാണ് അല്ലേ ഈ ഓൾമോസ്റ്റ് കോഴിക്കോടുകാർക്ക് എന്താ കഴിക്കാൻ ഇഷ്ടമുള്ളത്, ഗൾഫിൽ പോയാൽ അവരെന്ത് കഴിക്കുന്നു, യൂറോപ്പിൽ പോയാൽ എന്ത് കഴിക്കുന്നു, ഇതൊക്കെ പഠിച്ചിട്ട് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ കാലിക്കറ്റിൽ അങ്ങനത്തെ റെസ്റ്റോറൻറ്റ് ഇല്ല. ഫാമിലി ഡൈൻ ഔട്ട് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഇല്ല. ഒരു വെറൈറ്റി ഫുഡ് കിട്ടുന്ന ഒരുപാട് നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഒക്കെ ടിപ്പിക്കൽ എന്താ പറയുക, നമ്മൾ കേരള സ്റ്റൈലും പിന്നെ കുറച്ചൊക്കെ നോർത്ത് ഇന്ത്യൻ ഡിഷസും ഉണ്ട്. പക്ഷേ ഒരു ടോട്ടൽ വെറൈറ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഇല്ല. അപ്പം അങ്ങനെ ഒരു സാധനം മനസ്സിൽ ആദ്യം ഉള്ളതുകൊണ്ട് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടും ഒരുപാട് ആൾക്കാരെ ഡിസ്കസ് ചെയ്തിട്ടും ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും അവരായിട്ട് പിന്നെ വീട്ടിൽ സ്വന്തം കുക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെക്കും, വൈഫ് സഹായിക്കും. പിന്നെ എൻ്റെ ഒരു അങ്കിളുണ്ട് ഇക്ബാൽ എന്ന് പറഞ്ഞിട്ട്, പുള്ളിക്കാരനും നല്ലൊരു കുക്കാണ്. അതെ, അപ്പോൾ അതൊക്കെ ഒരു ഇൻസ്പിറേഷനാണ്. അപ്പം അങ്ങനെ അത് ഡെവലപ്പ് ചെയ്ത് വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കിങ്സ് ബേ എന്നുള്ളൊരു സാധനമായി മാറിയത്. അതാണ് എൻ്റെ മെയിൻ ഒരു. പിന്നെ ഞാൻ കേട്ടത് ആ മെനുവിലുള്ള മുഴുവൻ സാധനങ്ങളും താങ്കളുടെ സൃഷ്ടിയാണെന്ന്. ഇപ്പോൾ ഒരു ഷെഫ് സാധാരണ ഈ ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആരും പോയേക്കാം. ഇപ്പോൾ മെയിൻ ഷെഫ് പോവാം. നിങ്ങൾ പിന്നെ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, നമ്മുടെ സിറോഷാണ് എന്നെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഒരാളുണ്ട്, ഭയങ്കര പാഷനേറ്റ് ആയിട്ടൊരാൾ. അപ്പോൾ സിറോഷ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ പിന്നെ ആ മെനുവിലുള്ള മുഴുവൻ സാധനങ്ങളും മൂപ്പർ ഒറ്റയ്ക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അല്ല, അത് ഈ പറഞ്ഞവർ തന്നെ ഞാൻ ഓരോ റെസിപ്പീസ് പല സ്ഥലത്ത് പോയി കഴിച്ചിട്ട് അത് നമ്മളെ ഫ്ലേവറിലേക്ക് ആക്കി കൊണ്ടുവരികയാണ്. അല്ലാണ്ട് ഞാൻ സ്വന്തം ക്രിയേറ്റ് ചെയ്തെന്നല്ല. പക്ഷെ അതിൽ കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒറിജിനൽ ഇറ്റാലിയൻ ഡിഷ് നമുക്ക് ഇവിടെ കൊടുത്താൽ ചിലപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. കാരണം ഇവിടെയുള്ള ആൾക്കാർ കുറച്ച് എരിവും പുളിയും വേണം. അപ്പോൾ അത് ആഡ് ചെയ്യും. അതിൽ ഒരുപാട് ഷെഫുമാർ സഹായിച്ചിട്ടുണ്ട് എന്നെ. പിന്നെ ഈ മീറ്റ് കട്ട് ചെയ്യുന്നതിലും എല്ലാ കാര്യത്തിലും ഇപ്പോൾ യൂറോപ്യൻസിന് അവരുടെ പ്രത്യേക രീതിയുണ്ട്. മീനിൻ്റെ ആണെങ്കിൽ ഇന്ന പോർഷൻ അല്ലെങ്കിൽ ഏത് പോർഷനിലുള്ള മീറ്റ് എടുക്കണം എന്ന് വരെ അവർക്ക് നിർബന്ധം. അതുപോലെയൊക്കെ നോക്കുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും? എല്ലാം മസ്റ്റ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് വരെ ഇപ്പം ഫോറിൻ ഡിഷസ് ആയാലും നമ്മളെ ഇന്ത്യൻ ഡിഷസ് ആയാലും അതാത് സ്ഥലത്തെ ഡിഷ് ഉണ്ടാക്കുമ്പോൾ അതാത് സ്ഥലത്തുള്ള സ്പൈസസിന് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ യു ഗെറ്റ് ദാറ്റ് ഒത്തൻറ്റിക് ടേസ്റ്റ് ആൻഡ് ഫ്ലേവേഴ്സ്. അപ്പോൾ അതാണ് ഇപ്പോൾ കിങ്സ് ബേ നമ്മൾ പിന്നെ ബാക്കിയുള്ള റെസ്റ്റോറൻറ്റ്സ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് വരുന്നത്. കാരണം ഒരു എന്താ പറയുക, ഇപ്പം ഇറ്റാലിയൻ ഡിഷ് ആണെങ്കിലും മെക്സിക്കൻ ഡിഷ് ആണെങ്കിലും ചൈനീസ് ആണെങ്കിലും നോർത്ത് ഇന്ത്യൻ ആണെങ്കിലും എല്ലാം അതാത് സ്ഥലത്തു നിന്നുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നത്. സോസസ് ആയാലും സ്പൈസസ് ആയാലും എന്തായാലും. പിന്നെ ഇവിടുത്തെ മെനു നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ വിശേഷമാണ്. മംഗ്ലീഷ് പേരുകളാണ് പലതും. അമ്മച്ചി പ്രോൺ എന്താണ് അതിൻ്റെ റൂട്ട്? എന്താണ് അമ്മച്ചി പ്രോൺസ് ഉണ്ടെങ്കിൽ ശരിക്കും അതൊരു കുട്ടനാടൻ ഡിഷാണ്. അത് നമ്മളെ മുമ്പുണ്ടായിരുന്നൊരു ഷെഫുണ്ട്, പിന്നെ പുള്ളിയും പിന്നെ ഇപ്പോഴുള്ള ഷെഫുണ്ട് രാഹുൽ എന്ന് പറഞ്ഞിട്ട്.
ഈ രണ്ടാളും കൂടി ക്രിയേറ്റ് ചെയ്തൊരു ഡിഷാണത്. അത് ഇനി ഇവരാരെങ്കിലും അമ്മച്ചിയുടെ അടുത്ത് പഠിച്ച സാധനമാണ് ആയിരിക്കാം. ആ സീക്രട്ട് അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ അത് കഴിച്ചു നോക്കുമ്പോൾ, അത് ട്രയലിൽ കഴിച്ചു നോക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഡിഷാണത്. അത് റൊട്ടീൻ്റെ കൂടെ ആയാലും റൈസിൻ്റെ കൂടെ ആയാലും ദോശയുടെ കൂടെ ആയാലും നല്ലോണം മൂവ് ചെയ്യുന്ന ഒരു ഡിഷാണത്. ശരിക്കും ഒരു കറി, അത് തിക്ക് തേങ്ങയും എല്ലാം ഇട്ടിട്ടുള്ള ഒരു കറിയാണത്. അത് ശരിക്കും ആ പേരിൽ തന്നെ ഒരുപാട് അട്രാക്ഷൻ ഉണ്ട്. അമ്മച്ചി എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ അമ്മ അല്ലെങ്കിൽ ഉമ്മ ഉണ്ടാക്കി തരുന്ന ഒരു ഭക്ഷണത്തിനോടുള്ളൊരു ഇഷ്ടം തോന്നുമല്ലോ. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ആ പേര് കാണുമ്പോൾ നമുക്ക് വേറെ ഏത് ഡിഷ് കഴിച്ചിട്ടില്ലെങ്കിൽ ഇത് കഴിക്കാന്നുള്ളൊരു ആഗ്രഹം, അതിലൊരു ബിസിനസ് ടാക്ടിക്സും ഉണ്ട്. അപ്പോൾ ഞാൻ ഇനിയൊരു കൊനസ്റ്റ് ചോദ്യം ചോദിച്ചോട്ടെ. ഈ താങ്കൾ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനം കുക്ക് ചെയ്ത് തരാം, അത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് താങ്കൾക്ക് തോന്നിയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു സാധനം, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, നമ്മുടെ പ്രേക്ഷകർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം നോക്കാം. ഒരെണ്ണം രാഹുലിനെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു കൊല്ലം രാഹുൽ ഉണ്ടാക്കുന്നുണ്ട്, ഷെഫ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കോണ്ടിനെൻ്റൽ ഇപ്പോൾ ഒരു ഡിഷ് ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മളെ കോണ്ടിനെൻ്റൽ ഷെഫ് തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പം പുള്ളി അത് ചെയ്യാന്നുള്ളതിൽ കൺസെപ്റ്റിൽ നിൽക്കുന്നുണ്ട്. മേ ബി നെക്സ്റ്റ് ടൈം വിൽ സി. ജാമ്യം എടുക്കില്ല. ഇതിൽ കുറെ നമ്മുടേതായ ഒരു സീക്രറ്റ്സ് ഉണ്ടല്ലോ. ഇപ്പൊ ഞാനാണ് ഇവരൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ സീക്രറ്റ്സ് എല്ലാവരും ഷെയർ ചെയ്യണം. ബട്ട് സ്റ്റിൽ ഐ ലവ് ടു പ്രസന്റ് ദാറ്റ്. അത് ഏതെങ്കിലും ഒരു ഡിഷ് ലെറ്റ്സ് സീ ചെയ്യാലോ. ഇനി കിച്ചണിലേക്ക് Continental chef ആണ്. Steve Nore. Where are you from? I'm from Bangalore. Bangalore. Oh. कैसे है? It's good. രാഹുൽ നമ്മുടെ ഹായ്. മലയാളി അല്ലേ? മലയാളി. ഞാൻ നോർത്ത് ഇന്ത്യൻ ആണെന്ന് വിചാരിച്ചു. എവിടെയാണ്? നാട്ടിലെവിടെ? കണ്ണൂരാണ്. പേടിക്കണം. ഇവിടെയാണ് കോണ്ടിനെന്റൽ ചെയ്യുന്നത് അല്ലേ? സൗത്ത് ഇന്ത്യൻ. അമ്മച്ചി പ്രോൺസ്. ഓ ഓക്കെ. ആദ്യം അമ്മച്ചി പ്രോൺസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ച പോലെ തന്നെ അമ്മച്ചി പ്രോൺസ്, ഞാൻ ആ മെനുവിൽ കണ്ടിരുന്നു അമ്മച്ചി പ്രോൺസ് എന്ന്. അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തത് അല്ലേ? ഈ അമ്മച്ചി പ്രോൺസ് എന്ന് പേര് വരാനുള്ള കാരണം എന്താ? അത് ഈ അമ്മച്ചി പഠിപ്പിച്ച റെസിപ്പിയാണോ? സാധാരണ ഈ ഷെഫ്മാർ ഈ കോഴ്സൊക്കെ കഴിഞ്ഞാലും അമ്മച്ചിയുടെ നിന്നൊക്കെ എന്തെങ്കിലും ടിപ്സൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ചെയ്തൊരു മെനുവിലെ മംഗ്ലീഷ് പേരുകളെ പറ്റി ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. ആ സമയത്ത് സംസാരിച്ചതാണ് അമ്മച്ചി പ്രോൺസ്. അപ്പോൾ ഭാഗ്യത്തിന് അത് തന്നെയാണ് നമുക്ക് ഉണ്ടാക്കി തരുന്ന ഡിഷ്. അത് 2 ഷെഫ്മാർ ചേർന്ന് നിർമ്മിച്ചതാണ്. അതും കുട്ടനാടൻ സ്റ്റൈലിലുള്ള തേങ്ങ അരച്ചിട്ടുള്ളൊരു തിക്ക് ഗ്രേവിയാണ് അല്ലേ? അമ്മയുടെ അടുത്തുനിന്ന് പഠിച്ച സാധനം. വീട്ടമ്മമാരുടെ, ഈ കുട്ടനാട്ടിലെ വീട്ടമ്മമാരുടെ രീതിയിൽ ചെയ്യുന്ന വീട്ടമ്മമാരുടെ ഒരു വിഭവം എന്നാണ് പറയുന്നത്. എന്തായാലും ഇവിടെ നിന്നും അങ്ങനെ ഒരു ഡിഷ് കിട്ടുമ്പോഴത്തേക്ക് വളരെ സന്തോഷം. കാരണം ഇവിടെ അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് വന്നിട്ടില്ല ഇതുവരെ. നമ്മളിത് ഈ ഡിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് പിന്നെ എന്താ പറയാ ഈ ഇങ്ങനത്തെ ഒരു ഫ്ലേവേഴ്സ് ഉണ്ട് എന്നുള്ളൊരു ഈ മലബാറിലുള്ള ആൾക്കാർ അറിയുന്നത്. ഓക്കെ. അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട് ഈ ഡിഷിന്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. അമ്മച്ചി പ്രോൺസ്. അപ്പോൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ള സാധനങ്ങളൊന്ന് പറയാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതിനകത്ത് ഈ കടുക് പൊട്ടിച്ചു. അതിനുശേഷം സവാള, ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്ത സവാള, അതൊരു 1.5 ടേബിൾ സ്പൂൺ. കുറച്ച് ഒരു പോർഷനിലേക്കുള്ളത്. ഓക്കെ, ഒരു പോർഷനാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 2 പച്ചമുളക് അല്ലേ, നീളത്തിൽ അരിഞ്ഞത്. അതിനുശേഷം ഒരല്പം ഇഞ്ചി, പിന്നെ കറിവേപ്പില ഇട്ടു, പിന്നെ തക്കാളി. അതൊന്ന് സോട്ടായിട്ട് വരുന്ന സമയത്ത് തക്കാളിയും ചേർത്തു.
അതിനുശേഷം പൊടികളാണ് ചേർത്തത്. 1 ടീസ്പൂൺ മുളക് പൊടി, സാധാ മുളക് പൊടി തന്നെ, സാധാ മുളക് പൊടി 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ മുഴുവൻ ഇൻഗ്രീഡിയൻസ് ഒരിക്കൽ കൂടി പറയാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. കാരണം കറക്റ്റായിട്ട് കേട്ട് കഴിഞ്ഞാൽ അമ്മച്ചി പ്രോൺസ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 3 ടേബിൾ സ്പൂൺ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനകത്തേക്ക് കടുക് താളിച്ചു. അതിനുശേഷം കറിവേപ്പില, പച്ചമുളക്, സവാള, ഒരു ടീസ്പൂൺ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ സവാള, പിന്നെ തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് സ്ലൈസ് ചെയ്ത് ചേർത്തു, പിന്നെ തക്കാളി ചേർത്തു, ഇഞ്ചി ചേർത്തു, ഒരു അല്പം ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ ഇഞ്ചിയും ചേർത്തു. അതിനുശേഷം പൊടികൾ ചേർത്തു, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇനി ഇതിനകത്ത് വെള്ളം ചേർക്കണം അല്ലേ? ഓക്കെ, മസാല ഡ്രൈ ആയതിനു ശേഷം മാത്രം വെള്ളം ചേർക്കാം. ഓക്കെ. ഇതിനകത്ത് കുടംപുളിയാണ് ചേർക്കുന്നത്. സാധാരണ ഈ കോഴിക്കോടുകാരുടെ മീൻ കറികളിലൊക്കെ വളംപുളിയാണ് ചേർക്കുന്നത്. ഇത് സ്പെഷ്യലാണ്. ഓക്കെ ഓക്കെ. ആ, പ്രോൺസ്. ഓക്കെ ഓക്കെ. ഇത് ടൈഗർ പ്രോൺസ് ആണോ? കൂടുതൽ റൈസിന്റെ കൂടെ പിന്നെ ചപ്പാത്തി, പിന്നെ നീർദോശ എന്നൊരു സാധനം. എന്താണ് നീർദോശ? അത് എവിടത്തെ? ശരിക്ക് മാംഗ്ലൂരിയൻ ഇതാണ്. ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലെ ഒരു ദോശ മാതിരിയുള്ള ടൈപ്പ് തന്നെയാണ് നീർദോശ. അത് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ. കൂടെ കഴിക്കാൻ പറ്റുന്നതാണ് നീർദോശയും ഇതുമാണ്. റൈസ് റോട്ടി പൊറോട്ട എപ്പോഴും കഴിക്കുന്നത്. അതെ അതെ അതെ. ഇത് കോമ്പിനേഷൻ. അല്ല, ഞാൻ ഈ നീർദോശ എന്നുള്ള പേര് പോലും ഇതുവരെ കേട്ടിട്ടില്ല. ശരി. അല്ല, ഞാൻ വിചാരിച്ചു അമ്മച്ചി പ്രോൺസ് പോലെ നിങ്ങൾ പുതുതായിട്ടിട്ട പേര് വല്ലതും ആയിരിക്കും. നീർദോശ തന്നെ, ഒത്തന്റിക് കൊങ്കൺ ബെൽറ്റിലെ ദോശയാണ്. ഇതൊക്കെ എവിടെ പോയി തോണ്ടി കണ്ടുപിടിക്കുന്നതാവോ? അപ്പോൾ കൊഞ്ച് അടച്ചു വെച്ച് വേവിച്ച് ഒരു 10 മിനിറ്റ് വേവ് മാത്രമേ ഉള്ളൂ. കൊഞ്ചൊരു പിന്നെ 10 മിനിറ്റ് വേവിച്ചു അല്ലേ? 10 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. നാടൻ കറി ആയതുകൊണ്ടാണ്. കോണ്ടിനെന്റിലൊക്കെ ആണെങ്കിൽ ഒരു 5 മിനിറ്റ്സ്. നമ്മൾ കൂടുതൽ സമയം നാടൻ കറികൾക്ക് കൊടുക്കുന്നത്. കൂടുതൽ സോസിലാണ് നമ്മൾ. ഓക്കെ 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 ഓക്കെ. ഓൾറെഡി അപ്പോൾ സോസിന് കുറച്ച് ടൈം മതി അത് കുക്ക്ഡ് ആവാനായിട്ട്. അതിലേക്ക് ഒരു തക്കാളി ഇട്ടു, 4ആയിട്ട് മുറിച്ച് ഒരു തക്കാളി. ഇപ്പം ഓൾമോസ്റ്റ് ആയി അല്ലേ? ഇനി ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് തേങ്ങയും പെരിഞ്ചീരകവും അരച്ചത്. ആ ഓക്കെ ഓക്കെ. തേങ്ങയും പെരിഞ്ചീരകവും കൂടി അരച്ചത് അല്ലേ? നന്നായിട്ട് അരച്ചെടുത്തത്. തേങ്ങയും പെരിഞ്ചീരകവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തത്. അതൊരു പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അത്രയും മതിയല്ലോ. വളരെ കുറച്ച് മതി. ഒരു 3 ടേബിൾ സ്പൂൺ അതും ചേർത്തു. തേങ്ങയും പെരിഞ്ചീരകവും കൂടി അരച്ചത്. ഈ നമ്മുടെ നാടൻ വിഭവങ്ങളും യൂറോപ്യൻ വിഭവങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഹാഫ് ഡണ്ണും അതെ കൂടുതൽ പ്രിഫർ. ഈവൻ ബീഫ് പോലും നമ്മൾ ഈ പിന്നെ സ്വിറ്റ്സർലൻഡിലൊക്കെ ചെന്നിട്ടൊരു ബീഫിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം പറഞ്ഞിട്ട് നമ്മൾ ഷെഫിനോട് പറഞ്ഞിട്ട് കൂടുതൽ വേവിക്കാൻ പറഞ്ഞ് അവർ ഭയങ്കര അതിശയം. ഒരുത്തൻ വന്നിട്ട് കൂടുതൽ വേവിക്കാൻ പറയുന്നത്. അപ്പോൾ ഈവൻ ചില സ്ഥലത്തുനിന്ന് ഈ മീറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വേവാത്ത പോലെ നമുക്ക് തോന്നും. കാരണം ബ്ലഡ് ഹാഫ് ഡൺ എടുത്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് അവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹാഫ് ഡൺ മീറ്റിലോ അല്ലെങ്കിൽ ഫിഷിലായാലും വെജിറ്റബിൾസിലായാലും ഒറിജിനൽ ന്യൂട്രീഷൻസ് പോകില്ല എന്നാണ്. എന്തെല്ലാം വൈറ്റമിൻസ് ന്യൂട്രീഷൻസ് ഉണ്ട് അത് നമുക്ക് കിട്ടും. നമ്മൾ ഓവർ കുക്ക് ചെയ്തിട്ട് ഇന്ത്യയിലാണ് ഇത് ഓവർ കുക്ക്ഡ് ഉള്ളത്. പിന്നെ ഈ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ ഏഷ്യൻ കൺട്രീസിൽ. അപ്പം ആ ഒരു ഡിഫറൻസ് ശരിക്കും ഉണ്ട്. ശരിക്കും നമ്മൾ ആ ഫ്ലേവറിലേക്ക് ഒറിജിനൽ നമ്മൾ കഴിച്ച് ഇഷ്ടപ്പെട്ട നമ്മൾ അതേ കഴിക്കൂ. അതെ, ഇഷ്ടപ്പെടുത്താനുള്ള ഒരു പ്രശ്നമാണ്. ഇഷ്ടപ്പെടുത്തു നമ്മൾ കിങ്സ് ബെൽ നമ്മൾ ഇഷ്ടപ്പെടുത്തു. അടുത്ത ഡിഷിൽ നമുക്ക് കറക്റ്റ് ചെയ്താൽ ഫിഷിലാണത്. ഹാഫ് ഡണ്ണോ? ഹാഫ് ഡൺ അല്ല, ബട്ട് ഇറ്റ്സ് ഓൾമോസ്റ്റ്. അല്ല, ഈ മാനസിക പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ. ഇത് കഴിച്ചാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ കലേഷ് അത് മനസ്സിലാവില്ല. കലേഷ് അത് കഴിക്കുമ്പോൾ ആ ഒരു കോൺഷ്യസിൽ കഴിക്കുകയാണെങ്കിൽ ലൈക്ക് ആ ഒരു ഡിഫറൻസ് ഉണ്ട്.